മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പുസ്തക വായനയിൽ ഇന്ന് ഇന്റെപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിൻ്റെ തുടർച്ച. ഇസ്രാഫീൽ എന്ന മലക്കാണ് ഈ ശബ്ദമുണ്ടാക്കുന്നത്. അതൊരു കുഴലിൽ കൂടിയാണ്. ആ കുഴലിന് ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും എണ്ണം അനുസരിച്ച് ദ്വാരങ്ങളുണ്ട്. ആ ശബ്ദങ്ങൾ കേട്ട മനുഷ്യർ നാനാഭാഗങ്ങളിൽ നിന്നും ഓരോരോ സ്ഥലങ്ങളിൽ ഒരുമിച്ചുകൂടി പരിഭ്രമത്തോടെ ചോദിക്കും, ഇതെവിടെ നിന്ന് വരുന്നു? ആ ശബ്ദങ്ങൾ ക്രമേണ വർദ്ധിച്ച് ഇടിവെട്ടും വണ്ണം കഠിനമായിത്തീരും. ജീവജാലങ്ങൾ പരിഭ്രാന്ത ചിത്തരായി അലയും. ശബ്ദങ്ങൾ പിന്നെയും ഘോരഘോരമാവും. മനുഷ്യരും മറ്റു ജീവജാലങ്ങളും ഓരോന്നായും കൂട്ടത്തോടെയും മരിച്ചു വീഴുവാൻ തുടങ്ങും. ഭൂമി കുലുങ്ങും, പൊട്ടിത്തെറിക്കും. സമുദ്രങ്ങളെല്ലാം വെട്ടിപ്പതച്ച് രാജ്യങ്ങളിൽ കയറും. മലകളും പർവ്വതങ്ങളും ലക്ഷം ലക്ഷം കഷ്ണങ്ങളായി പൊട്ടിത്തെറിക്കും. കൊടുങ്കാറ്റുളവാക്കും. ലോകത്തിൽ നിന്നും തീ നിശേഷം അണഞ്ഞു പോകും. നക്ഷത്രങ്ങളും സൂര്യചന്ദ്രന്മാരും തണുത്ത് തകർന്ന് കരിയായിപ്പോകും. എല്ലാം നശിക്കും. സൗരയുധങ്ങളും അണ്ഡകടാകവും ഒന്നും അവശേഷിക്കില്ല. എല്ലാം തകർന്ന് പൊടിഞ്ഞ് പാറിപ്പോകും. അനന്തമായ ശൂന്യത. ഒടുവിൽ റബ്ബുൽ ആലമീനായ തമ്പുരാൻ മാത്രം അവശേഷിക്കും. അപ്പോൾ അവൻ പറയും, ഞാനെന്ന് പറഞ്ഞ് അഹങ്കരിച്ച രാജാക്കന്മാരും മറ്റും എവിടെ? ശൂന്യത, മഹാശൂന്യത. ഈ വിധം കോടാനുകോടി യുഗങ്ങൾ അവൻ മാത്രമായി കഴിയും. പിന്നീടും ഭൂമിയെ സൃഷ്ടിക്കും. നക്ഷത്രങ്ങളും സൂര്യചന്ദ്രന്മാരും ഉണ്ടാവും. എല്ലാ ആത്മാക്കളെയും വീണ്ടും ഉയർത്തപ്പെടും. പിന്നെ ശിക്ഷ, രക്ഷ എല്ലാം വിശദമായി കുഞ്ഞു പാത്തുമ്മ പറഞ്ഞു കേൾപ്പിക്കും. അവൾക്ക് ഇതെല്ലാം കാണാപ്പാഠം തന്നെയാണ്.